വീട് എന്നത് മലയാളികളുടെ ഒരു സ്വപ്നമാണ്, ഏറ്റവും വലിയ ഒരു ആഗ്രഹവും. ഓരോ ദിവസവും പുതിയ പുതിയ വീടുകൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 4 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും അടങ്ങുന്നതാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ട്രഡീഷണൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് ആ എ ടൈപ്പ് സ്ട്രക്ചർ വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കാണാം. റെഡ് ബ്രിക്സിൻ്റെ ടെക്സ്ചർ വർക്കുകളാണ് അവിടെ വരുന്നത്. ഈ ഭാഗത്തേക്ക് ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണിയിൽ പ്ലെയിൻ ഗ്ലാസും സ്റ്റീൽ ഹാൻഡ് റെയിലും എല്ലാം കൊടുത്തിട്ട് ആ കണ്ടംപററി ഡിസൈനും കൂടി മുകളിൽ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബോക്സി ടൈപ്പ് ട്രഡീഷണൽ ഡിസൈനിൽ വരുന്ന ഒരു വീടാണ് ഇത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഏകദേശം 7 മീറ്റർ വിഡ്ത്തുള്ള വലിയ റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള ലാസ്റ്റ് വീടാണിത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ നമുക്ക് 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വീടിൻ്റെ അകത്ത് 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീടിൻ്റെ പുറത്തും 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. ഇനി വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഗേറ്റ് വരുന്നു. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടുള്ള സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ വരുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ കാർ പോർച്ചിൽ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് 2 വാഹനം പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു വാഹനവും ആ ഭാഗത്ത് ഒരു വാഹനവും പാർക്ക് ചെയ്യാം. കാർ പോർച്ചിന് 2 പില്ലറുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തും ഒരു പില്ലർ വരുന്നുണ്ട്. ആ ക്ലാഡിംഗ് ടൈലുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിന് കിണർ വെള്ളമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ആ കിണർ വരുന്ന പോർഷൻ. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീട് വരുന്നത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് കടപ്പ കല്ലുകളാണ്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നതായി കാണാം. 1.5 അടി വീതിയിലും 1.5 അടി നീളത്തിലുമുള്ള കല്ലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. കലാത്തിയ പ്ലാന്റ്സ് ഈ ഭാഗത്ത് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു 2 ഫ്രഞ്ച് വിൻഡോസ് നൽകിയിട്ടുണ്ട്. മഹാഗണി വുഡിലാണ് വിൻഡോകളും ഡോറുകളും എല്ലാം നൽകിയിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ. മനോഹരമായിട്ടുള്ള മോഡേൺ ഡിസൈനിൽ തന്നെയാണ് ഈ ഡോറ് ഒരുക്കിയിരിക്കുന്നത്. കട്ടിളകളെല്ലാം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹാൻഡിലും ഹെവി ആയിട്ടുള്ള വുഡിൻ്റെ തന്നെ ഹാൻഡിലും ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. നമ്മളറിയാം എൻ്റെ 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ജനലുകൾക്കെല്ലാം പാനലിംഗ് വർക്ക് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ലാമിനേഷൻ ഷീറ്റ് ഒട്ടിച്ചെല്ലാം നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരു 3 വാള് ജനൽ വരുന്നത്. 2 വശത്തും ജനലുകൾ കൊടുത്തിരിക്കുന്നത് തന്നെ വീടിൻ്റെ അകത്തേക്ക് നല്ല നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. ലിവിങ് സ്പേസിൻ്റെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് വലിയ വെട്രിഫൈഡ് ടൈലാണ്. അത് വൈറ്റ് കളറാണ് അതിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ TV യൂണിറ്റാണ്. സെൻട്രൽ ഭാഗത്ത് TV യൂണിറ്റ് വെക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്യൂരിയോസ് വെക്കാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവർ ഡിസൈനിൽ മൾട്ടിവുഡിൻ്റെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പുറകിലായിട്ട് LED ബാക്ക്ഗ്രൗണ്ടിൽ LED കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അവിടെ നല്ല ഗ്ലോസി ആയിട്ടുള്ള ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസിനും ഇടയിലുള്ളൊരു സ്പേസാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. ഇവിടെ നമുക്ക് ക്യൂരിയോസ് എല്ലാം വെക്കാനുള്ള ഷോക്കേസ് ഐറ്റംസ് വെക്കാനുള്ള ഒരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം ഡൈനിങ് സ്പേസിലേക്ക്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ ഇങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. ഈ ഭാഗത്ത് ഓപ്പൺ കൺസെപ്റ്റിൽ കിച്ചൺ വരുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഭാഗത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് മൾട്ടിവുഡിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. ഒരു ഭാഗത്തായിട്ട് നിഷുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡെക്കർ ഐറ്റംസ് ആ ഭാഗത്തും
നൽകി. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഗ്ലാസ്സാണ് അവിടെ നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് നിഷുകളാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ടേബിൾ പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഡ്രോയേഴ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെയും മുകളിലും ചെറിയ ഒരു ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഏരിയ ഗ്ലാസ് ഇട്ട് നൽകിയിരിക്കുന്നത്. അതിനിടയിലെ LED ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ഒരു ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മനോഹരമായിട്ടുള്ള LED ലൈറ്റുകളും ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വാഷ് കൗണ്ടർ. വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ആ ലോവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മൾട്ടിവുഡിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. 2 മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വാനിറ്റി കൗണ്ടറും നൽകിയിട്ടുണ്ട്. വാനിറ്റി കൗണ്ടറുകൾക്കെല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഡൈനിങ് ഏരിയയുടെ വിശേഷം. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്കാണ് പോകുന്നത്. കിച്ചൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൗണ്ടർ ടോപ്പായി നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയും കബോർഡുകൾ വരുന്നുണ്ട്. കബോർഡുകൾക്കടിയിലായിട്ടുള്ള LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് LED ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതാണ് വർക്ക് ഏരിയ. ഈ ഭാഗത്ത് നമുക്ക് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റുകളാണ്. ഈ ഭാഗം ചെയ്തെടുത്തിരിക്കുന്നത് സ്ട്രെസ് വർക്കിലാണ്. ഈ ഡോർ തുറന്നാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാനുള്ള സ്പേസാണ്. ഈ ഡോർ തുറന്നിട്ട് ഫ്രണ്ടിലേക്ക് പോകാവുന്നതുമാണ്. ഇനി ഇത്രയുമാണ് ഈ ഏരിയയുടെ എല്ലാം വിശേഷം. 2 ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിലുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ്. ഇതാണ് ബെഡ്റൂമിൻ്റെ ഡോറ്. സ്കിൻ ഡോറുകളാണ് ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. റെഡിമെയ്ഡായി കിട്ടുന്ന ഡോറാണ്. ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂം സ്പേസ് വരുന്നത്. 2 വശത്തായിട്ടും ജനലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിളും വരുന്നുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കും ഇവിടെ നൽകിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ട് ലൂവർ ഡിസൈനും കൊടുത്തിരിക്കുന്നു. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വാർഡ്രോബ് വരുന്നത്. ഇവിടെ അക്രിലിക് മൈക്കയാണ് മുകളിലായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ സാധാ മൈക്ക ഷീറ്റും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് FRP ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. തേക്കൂട്ടിൻ്റെ പാറ്റേണാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിശാലമായിട്ടുള്ള ബാത്റൂമല്ല എങ്കിൽ പോലും അത്യാവശ്യം സാധാരണ ലെവലിലുള്ള ഒരു ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, ക്ലോസറ്റ് ഈ ഭാഗത്ത് വരുന്നു. സെൻട്രൽ ഭാഗത്താണ് ഷവർ. കയറി വരുമ്പോൾ ഒരു വാഷ് ബേസിനും സെറയുടേതാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഇനി പോകുന്നത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. വാഷ് ബേസിനോട് ചേർന്ന് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. മുകളിലുള്ള ബെഡ്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെയാണ്. ഇത് അത്ര വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ടിലൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ജനലുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ആ വാർഡ്രോബിൻ്റെ ഡിസൈൻ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അക്രിലിക് ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് ഏരിയ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മിററും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. മുകളിലേക്ക് വന്നാൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളത് തന്നെയാണ്. ഇതാണ് ആ ബാത്റൂമിൻ്റെ ഡോർ. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ ഡിസൈനിൽ തന്നെയുള്ള ഡോറ് തന്നെയാണ്. അതേ വലിപ്പം തന്നെയാണ് ഈ ബാത്റൂമിന് വരുന്നത്. ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഫിനിഷിൽ വന്ന ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈല്. സെൻറ്റർ ഭാഗത്ത് ഷവർ, വാഷ് ബേസിനും ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. സ്റ്റെപ്പിനടിയിലായിട്ട് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അവിടെയാണ് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്.
സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്ന വുഡിലാണ് MS അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു LED ഈ ഭാഗത്തൂടെ സൈഡിലൂടെ പ്രൊഫൈൽ LED നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഭിത്തിയിലേക്ക് വരുമ്പോൾ ഫുള്ളി ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. വലിയ പർഗോളകൾ അവിടെ നൽകിയിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി അവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കും കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയയാണ്. ഇവിടെ നമുക്കൊരു ഷാൻഡിലിയർ കൊടുത്തിരിക്കുന്നതായി കാണാം. ആ ഭിത്തിയിൽ നിന്ന് ഈ ഷാൻഡിലിയറിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗി, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി നമുക്കത് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഫോൾ സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നതായി കാണാം. ഈ അപ്പർ ലിവിംഗ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഇവിടെയും താഴെയും ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. താഴെ ലിവിംഗ് സ്പേസിലും മുകളിൽ അപ്പർ ലിവിംഗ് സ്പേസിലും TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. സിമൻറ്റ് ടെക്സ്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ക്യൂരിയോസ് വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ആ TV യൂണിറ്റിൻ്റെ വിശേഷം. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമാണുള്ളത്. നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോകാം. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഈ ബെഡ്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. വലിയ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, വലിയ ലെങ്ത്തിലുള്ള വലിയ ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 ജനലുകളും ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു എൽ ഷേപ്പിലാണ് വാർഡ്രോബ് വരുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അക്രിലിക് ലാമിനേഷൻ ഷീറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേ കളറാണ് അതിന് വരുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസുള്ള വലിയ വാർഡ്രോബ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇവിടെയാണ് വരുന്നത്. എല്ലാ ബാത്റൂമുകൾക്കും ഒരേ കളർ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഈ ഡോറുകൾക്ക് ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സ്പേസ് തന്നെ നൽകിയിരിക്കുന്നു. ബാക്കിയെല്ലാ ഫിറ്റിങ്സുകളും സെയിം തന്നെയാണ്. ഇത് നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 4ാമത്തെ ബെഡ്റൂമും ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഏരിയ കൂടി വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമിൽ നമുക്ക് ഈ ഭാഗത്ത് ഒരു 3 പാളി ജനൽ മാത്രമാണ് നൽകിയിരിക്കുന്നത്. വേറെ ജനലുകളൊന്നും വരുന്നില്ല. ഈ ഭാഗത്ത് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. വാർഡ്രോബുകളെല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഈ വാർഡ്രോബിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഒരു മിററും ചെറിയൊരു ഡ്രോവറും നൽകിയിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ഈ ബെഡ്റൂമിൻ്റെ. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ഒന്ന് കാണാം. അതും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റഡി ടേബിൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കണ്ട ആ അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഭാഗമാണ്. ഇത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ ഏരിയയിൽ നമുക്കൊരു സ്റ്റഡി ടേബിളും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഭാഗം. ഈ ഡോർ തുറന്നാൽ നമുക്ക് മുകളിലെ ടെറസിലേക്ക് പോകാവുന്നതാണ്. അതിനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയത് ഇവിടെയാണ്. ഇവിടെ ഡ്രെയിനേജ് സൗകര്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടാപ്പുകളും കണക്ഷനും ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് സ്റ്റെപ്പ് വരുന്നത് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട്. ഈ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് മുകളിലേക്ക് പോകാം. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ്. ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാൽ ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. വുഡൻ പെയിൻറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭിത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്ചർ വർക്ക്, ഒരു ഗ്രേ കളർ ഫിനിഷ് വരുന്ന ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിലാണ്. അത് ഗ്ലാസും നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ വളരെ വിശാലമായി നിർമ്മിച്ച നല്ലൊരു വീട്. 4 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീടിൽ നമുക്ക് 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തായിട്ടും 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 6 കിലോമീറ്ററാണ്. എടപ്പള്ളിയിലെ ലുലു മാളിലേക്ക് ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ടാകും. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്നത് ഏകദേശം ഒരു 700 മീറ്റർ മാത്രം ദൂരമാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് അകലം വരുന്നത്. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില 95 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.